ഞാൻ പറയാം 2025 പാർലമെന്റിൽ എവിടെയാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പിഴച്ചത്? ഒരൊറ്റ കാര്യത്തിലല്ലാതെ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറോട് അനുവാദം ചോദിക്കാതെ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു എന്നതല്ലാതെ എവിടെയാ പിഴച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടാമെന്ന് മുരാരി ബാബു നോട്ട് എഴുതുമ്പോൾ, അനുവാദം നൽകുമ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ തീരുമാനമെടുത്തത്? കൊടുത്തു വിടരുതെന്നാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടരുതെന്ന് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണോ? ഞാൻ പ്രതിപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയം എന്താ? ഇന്ന് സഭ ബഹിഷ്കരിച്ചതിന്റെ കാരണം എന്താ? ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഏത് ദേവസ്വം വകുപ്പ് മന്ത്രി? 2025 ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് 2019 മോഷണത്തിന് പേരിൽ രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2023 നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 നടന്ന മോഷണത്തിന് പേരിൽ രാജിവെക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ യുക്തി എന്താ? ഇനി ഞാൻ ഇങ്ങനെ പറയാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എല്ലാ മാനുവലും അനുസരിച്ച് ഈ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ സ്വർണം 2025 ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാതെ അവിടെ സ്പോൺസർഷിപ്പ് ഏറ്റവും ഒടുവിൽ വിവാദമായപ്പോൾ അത് മാറ്റിയെടുത്ത് തിരിച്ചു കൊടുത്തു. അതിനുശേഷം പ്രേക്ഷകർ അറിയണം, വീണ്ടും പീഠമടക്കം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അതും തടഞ്ഞതിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ 2023 ശേഷം ഈ ഒരു പീഠവും ഒരു തരത്തിലുള്ള വസ്തുവും കൊടുത്തു വിട്ടിട്ടില്ലെന്നിരിക്കെ ഈ സർക്കാരിന്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കേണ്ട ആവശ്യം എന്താണ്?